കഴിക്കാനൊക്കെ സന്തതി ഉണ്ടാവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ശിവനെ തപസ് ചെയ്തിരുന്നു. ആരെയാണ് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹവും ഉണ്ടാവാൻ പ്രാർത്ഥിക്കേണ്ടതല്ലേ, ധ്യാനിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് സാക്ഷാൽ ജഗദംബികയാണ് സർവത്തിനും ആധാരമായിട്ടുള്ളത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബ്രഹ്മ വിഷ്ണു കരന്മാരെയെല്ലാം സൃഷ്ടിച്ചത് ഭഗവതിയാണ്. ഭഗവതിയിൽ നിന്നാണ് ഇതിൻ്റെയെല്ലാം ഉത്ഭവം. ആധാരശക്തി എന്ന് പറയുന്നത് തന്നെ ഭഗവതിയാണ്. അപ്പോൾ ആ ആധാരശക്തിയായിരിക്കുന്ന ഭഗവതിയാണ് ധ്യാനിക്കേണ്ടത് സർവവിധമായ ഫലത്തിനും. പക്ഷെ സന്തതി ഉണ്ടാവാൻ ശിവനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. അങ്ങനെ ശിവനെ പ്രാർത്ഥിച്ച് വരമൊക്കെ നേടി ജ്ഞാനിയായിരിക്കുന്ന ഒരു പുത്രനുണ്ടാവും. ശിവനെ ഭജിച്ചുള്ള ഗുണം എന്താ വെച്ചാൽ ജ്ഞാനമുണ്ടാവുന്ന. നമ്മളെല്ലാം സംഹാരരുദ്രനായിട്ട് അല്ലെ സംഹാരമൂർത്തിയായിട്ട് പറയുന്ന ഒരാളാണ് ആര്? ശിവൻ അല്ലേ? സത്യത്തിൽ ശിവനല്ല സംഹാരമൂർത്തി, രുദ്രനാണ്, സംഹാരരുദ്രനാണ്. ശിവൻ എന്ന് പറയുന്ന സ്വരൂപത്തെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാനോ അറിയുവാനോ സാധ്യമാവില്ല എന്നുള്ളതാണ് സത്യം. ശിവം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം എന്നർത്ഥം. അപ്പോൾ ആ മംഗളങ്ങളെ അരുളുന്നവരാണ് ശിവൻ. അദ്ദേഹം ഒരിക്കലും സംഹാരമൂർത്തിയല്ല. ഇനി അഥവാ തന്നെ ഈ സംഹാര സ്വരൂപമായിട്ട് വരണത് എവിടെയാണ്? തൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറക്കുക അല്ലേ? അങ്ങനെയല്ലേ പറയുക? മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ എല്ലാം സംഹാരമാണ്. ഇവിടെ മൂന്നാമത്തെ കണ്ണിരിക്കുന്നത് നെറ്റിയിലാണ് അല്ലേ? നെറ്റിയുടെ ഏത് ഭാഗത്താണ്? ഈ ഭാഗത്താണ്. ഒരെണ്ണം അങ്ങ് പുറകെ വെച്ചാൽ പോരുന്നത്, രണ്ടെണ്ണം മുമ്പോട്ടുണ്ടാകുന്ന ഒരെണ്ണം പുറകിലേക്ക് വെച്ചാൽ പോരുന്നത്, പുറകെ വശത്തുള്ളതൊക്കെ കാണാനായിട്ട്. എന്തിനാ ഇവിടെ തന്നെ കൊണ്ട് വെച്ചേ? അത് നമ്മുടെ സങ്കല്പപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി പ്രകാരം ആജ്ഞാചക്രം എന്ന് പറയും. അവിടെ ജ്ഞാനത്തിന്റെ സ്വരൂപമാണെന്നറിയാം, ജ്ഞാനഭാഗമാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ കണ്ണിൽ നിന്നുണ്ടാകുന്ന അഗ്നി ജ്ഞാനാഗ്നിയാണ്. അഗ്നി വിവിധങ്ങളായ തരത്തിലുണ്ട്. അത് ജ്ഞാനാഗ്നിയാണ്. അതുകൊണ്ട് ആ ജ്ഞാനാഗ്നി ആകുമ്പോഴാണ് പറയുക അറിവാണ് അഗ്നി എന്ന് പറയണത്. കാരണം അതുകൊണ്ട് സംഹരിക്കാൻ പറ്റും. ഒരാൾക്ക് വേണമെങ്കിൽ ഒരാളെ വാക്കുകൾ കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയും. ഇല്ലേ? കഴിയില്ലേ? കണ്ടതല്ലേ നമ്മള്? നിങ്ങളാരും കണ്ടില്ലേ? അപ്പോൾ വാക്കുകൾ കൊണ്ട് ഒരാളെ ഇല്ലാതെയാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വാക്കിന് മൂർച്ചയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെയും എന്തും ആ വാക്കുകൾ കൊണ്ട് ചെയ്യാൻ സാധ്യമാവും. അപ്പോ അഗ്നി എന്ന് പറയുന്നത് അറിവാണ്. എങ്ങനെയുള്ള അറിവ്? സംശുദ്ധമായ